നമ്മുടെ ജന്മദിനത്തിന്റെ കഥ പോലെയല്ല ഹബീബിൻ്റെത് എന്ന് ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ ജന്മത്തിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? ഹബീബിന്റെ ജന്മം അങ്ങനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ജന്മദിനം ലോകത്ത് ആഘോഷിക്കണം എന്ന് തീർത്തു പറയുന്നവരാണ് അശ്അരി പണ്ഡിതന്മാർ മുഴുവനും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൗലൂദിനെ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ വിഷയത്തിൽ, മാ ലൈസ മിൻഹു, ദീനുമായി, ദീനിന്റെ ഉസൂലുകളുമായി, ദീനിന്റെ അഖീദയുമായി, ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് സയ്യിഅത്തായ ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? അത് സയ്യിഅത്തായ ബിദ്അത്താണ്, മറ്റേത് ഹസനത്തായ ബിദ്അത്താണ്. ഇതെന്താണെന്നറിയോ? സ്വഹീഹായ, വളരെ വ്യക്തമായ നിലയ്ക്ക് റിവായത്ത് ചെയ്യപ്പെട്ട, റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ വാറോലകൾ കൊണ്ടില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് കേൾക്ക് സഹോദരന്മാരെ. ഒരു ബിദ്അത്തിനെ, ഒരു അനാചാരത്തെ, ഒരു പുത്തൻ ആചാരത്തെ, ആചാരമല്ല അനാചാരം, ഇസ്ലാമിൽ അങ്ങനെ ആചാര സംരക്ഷണമൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ പറയട്ടെ എന്ന് പറഞ്ഞ ഇതിനർത്ഥം എന്താ? മാ ലൈസ മിൻഹു അല്ലാത്ത മുഹ്ദസത്തുകൾ ഈ ദീനിൽ ഉണ്ടാകുമെന്നല്ലേ ഇതിനർത്ഥം? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല ആചാരം, ഒരു നല്ല ഒരു അമൽ ഒരാൾ കൊണ്ടുവന്നാൽ, ഹബീബിന്റെ ഈ മദ്ഹ് പറയുമ്പോൾ ഇവിടെ മദ്ഹ് പ്രഭാഷണം നടക്കും, അത് ഹറാമാണോ? അല്ല. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും, വല്ല കുഴപ്പമുണ്ടോ? പുണ്യമല്ലേ? ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തും, ഭക്ഷണം വിതരണം ചെയ്യും, ഭക്ഷണം വിതരണം ചെയ്യണേ, പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ് പറയും, കുട്ടികൾ പറയും, വലിയവർ പറയും, ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ലയോ? ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമൽ എന്താണ്? ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാം. ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു പുണ്യകർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒരു കർമ്മം കൊണ്ടുവന്നാൽ, ഒരു ആചാരം കൊണ്ടുവന്നാൽ, ഒരു ബിദ്അത്തായ ഒരു കർമ്മം കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ള സ്വഹീഹായ ഹദീസിനെ, അത് ചീത്ത ബിദ്അത്താണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്താണ്? സുന്നത്തായ നല്ല കാര്യം അത് പ്രാവർത്തികമാക്കിയാൽ, അത് ജീവിപ്പിച്ചാൽ എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സാദാസീത പാവം ജനങ്ങളെ പറ്റിക്കാമെന്നല്ലാതെ ഹുദവി എത്തുകൊണ്ടൊക്കെ എന്ത് ഗുണമാണ് നിങ്ങൾക്ക് നാളെ മശറയിൽ ഉണ്ടാവുക? പരലോകത്ത് എന്ത് ഗുണമാണ് ഉണ്ടാവുക? ഖബറിൽ എന്ത് ഗുണം ഉണ്ടാവുക നിങ്ങൾക്ക്? ഒരു ബിദ്അത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന കഷ്ടപ്പാടുകൾ, പെടാപ്പാടുകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പറയും. ഇതിന് മറ്റൊരു കാര്യം കൊണ്ട് നമുക്കിത് തള്ളി മറിച്ചിട്ട് കൊടുക്കാം. ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട, ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട. ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം. എന്നിട്ട് അവർ പറയും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാം ളലാലത്താണ് എന്ന് ഇതിനർത്ഥം വെച്ചത് 4 മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല. ആരർത്ഥം കൊടുത്തത്? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദ്അത്തിന്റെ ചിന്താഗതിക്കാർ. അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ബിദ്അത്തായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വരുന്ന ഏത് നല്ല കാര്യവും അത് ഖുർആനും ഹദീസിനും വിരുദ്ധമാണ് എങ്കിൽ തള്ളപ്പെടുകയും ചെയ്യും. നല്ലതെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ, നബിദിനം നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ അതിന് ഖുർആനിൽ അതുപോലെ തന്നെ ഹദീസിൽ സ്വഹാബാക്കളുടെ ചര്യയിൽ ഒന്നൊരു തെളിവുമില്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും എടുത്തു കൊടുത്തു വെച്ചെങ്കിൽ അതെന്തിനാണ് മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുന്നത്? പറയും. അങ്ങനെ പറയാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഖുർആന് ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് അത് നമ്മളുടെ കാലത്തുണ്ടോ? ചട്ട വെച്ചിട്ടുണ്ടോ? അത് പേപ്പറിൻ്റെ പേജിലാക്കിയിട്ടുണ്ടോ? പൊന്നാര സഹോദര, ഇതൊക്കെ ക്രോഡീകരിക്കപ്പെടും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? ഇന്ന് എന്തേ ചെയ്യായിരുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഫാത്തിഹ മുതൽ അന്നാസ് വരെ തന്നെയല്ലേ പരിശുദ്ധ ഖുർആനുള്ളത്? ഹാഫിലിങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് തലയും പാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടല്ലല്ലോ പഠിച്ചത്. എന്തൊക്കെ പൊട്ടപ്പോയ തങ്ങൾ പറയണത്? ഒരു ഹാഫിൽ പഠിക്കുന്നത് ഫാത്തിഹ മുതൽ അന്നാസ് വരെയാണ്, നാസ് മുതൽ ഫാത്തിഹ വരെയല്ല. അല്ലെങ്കിൽ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്ത് എടുത്തിട്ട് അപ്പുറത്ത് കൂട്ടിട്ട് അല്ല ഒരു പഠിച്ചത്.
ഈ 6000 ചില്ലാനം ആയത്തുകളും പഠിച്ചത് വഴിക്ക് വഴിയാണ്. അപ്പോൾ ആരെ ക്രോഡീകരിച്ചത്? അള്ളാഹു ക്രോഡീകരിച്ചാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് ക്രോഡീകരിച്ചിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അത് നിങ്ങൾ ക്രോഡീകരണം പിന്നെയാണ്. അത് പിന്നീട് ഒരു മുസാഫ് രൂപത്തിലൊക്കെ ആകുന്നത് അത് പിന്നീടാണ്. എന്നാൽ ഏതായത്തിൻ്റെ മുകളിൽ വേണം, ഏതായത്തിൻ്റെ ചുവട്ടിൽ വേണം, ഏത് സൂറത്തിൽ വേണം, ഏത് സൂറത്തിൻ്റെ ചുവട്ടിൽ വേണം, ഏത് സൂറത്ത് 1-ാമത് വേണം, ഏത് സൂറത്ത് 114-ാമത് വേണം, ഏത് സൂറത്ത് 36-ാമത് വേണം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് റസൂലുള്ള പോയിക്കണത്. നിങ്ങൾ ആജാതി വർത്താനൊന്നും പുളിങ്കുരുമുട്ടലൊന്നും ഇവിടെ നടക്കൂല. പറയും ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത്? കൊടുത്തിട്ടില്ല. ഖുർആൻ എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? അന്നത്തെ ലിപി അതായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം എത്തിയപ്പോഴേക്കും ഇസ്ലാം പല രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അവിടെ അനർബികളായ ആളുകൾക്ക് ഇത് പഠിച്ചെടുക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉസ്മാനിയ ലിപി ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് മൂല്യം? ഇതൊന്നും നിങ്ങൾക്ക് അറിയാനിട്ടൊന്നുമല്ലല്ലോ ഈ പൊട്ടം കളിക്കുന്നത്. ഇതിങ്ങനെ ആളുകളെ വട്ടാക്കാൻ വേണ്ടിയിട്ട്, പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന പണികളല്ലേ. പറയാം. നമ്മൾ കാണുന്ന പോലെ ജംഅ ചെയ്തിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത്? ഇല്ല. ജംഅ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് പലയിടത്തായിട്ടായിരുന്നു. അതാണ് ആരുടെ കാലത്ത് നടത്തിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടത്തിയത്. അത് ദീനുൽ ഇസ്ലാമിനെതിരല്ല, അങ്ങനെ ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് റസൂലുള്ളാഹി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പറയാം. ഇല്ല. എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും, പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെ. അല്ലല്ലല്ല, ഖുർആൻ ജമാക്കലോ, ഖുർആൻ അത് മുസാഫ് രൂപത്തിലാക്കലോ, അതിന് വള്ളിയും പുള്ളിയിടലോ അതല്ല ബിദ്അത്ത്. അതല്ല, മതത്തിൽ പുതിയതായിട്ടൊരു അമല് കൊണ്ടുവരലാണ്. ഇത് മതത്തിലുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആന് അത് ലോക ജനതയ്ക്ക് മുഴുവനുള്ളതാണ് ഖുർആനിലുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണെന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ജനങ്ങൾ പഠിക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്, നിരന്തരം പഠിക്കേണ്ടതാണ്, ഓതിക്കൊണ്ടിരിക്കേണ്ടതാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്ക് എത്തേണ്ടതാണ്. ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഖിയാമത്ത് നാൾ വരെ ഉള്ളതാണ്. ഏത്? അവിടെ പാറപ്പുറത്തും തോലും പുറത്തും എലിയിലും എഴുതി വെച്ചതോ? എന്താണ് ഉദവി? എന്തൊക്കെ നിങ്ങൾ പഠിച്ചുണ്ടാക്കിയിരിക്കണത്? എവിടുന്ന് നിങ്ങൾ ഇതൊക്കെ പഠിച്ചുണ്ടാക്കിക്കണത്? സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന് ലോക ജനതയ്ക്ക് മുഴുവനുള്ളതാണെങ്കിൽ അത് നിലനിർത്തുവാൻ വേണ്ടി ഏത് രൂപത്തിലാണോ നമുക്കത് ചെയ്യാൻ കഴിയുക ആ രൂപത്തിലെല്ലാം അത് ക്ലിയർ ആക്കുകയല്ലേ വേണ്ടേ? ഇമാം ഷാഫിഈ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, മഹാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹിം അജ്മഈൻ, ഇവരൊക്കെ ബിദ്അത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പുതുതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല. നമ്മുടെ മദ്രസ ഉണ്ടോ തങ്ങളുടെ കാലത്ത്? അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലത്ത്? സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത്? നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന്, മദ്രസക്ക്, ദർസിന്, അറബി കോളേജുകൾക്ക്? അല്ല, ഇന്നത്തെ പോലെ പല രാജ്യങ്ങളിലന്ന് ഇസ്ലാമുണ്ടോ? കുറച്ചൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, പിന്നീട് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലശേഷമൊക്കെ ഇസ്ലാം എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഇല്ലാത്ത ഒരു രാഷ്ട്രം ഏതാ ഉണ്ടാവുക? ഒരുവിധം എല്ലാ രാഷ്ട്രങ്ങളിലും മുസ്ലിങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇനി പൗരന്മാരായിട്ടല്ലെങ്കിൽ പോലും അവിടെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും, അല്ലേ? അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ജാമിയകൾ ഉണ്ടാക്കണം, യൂണിവേഴ്സിറ്റികളെ. പിന്നെ പരിശുദ്ധ ഖുർആന് അവരുടെയൊക്കെ ഭാഷയിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവളെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ മാത്രം അത് പഠിച്ചു വെക്കുക, എന്നിട്ട് നിങ്ങളെ അർത്ഥം അത് സാധാരണ പാവങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, അങ്ങനെയല്ല. പരിഭാഷക്കാരനെ അങ്ങനെ കുറ്റം പറയണ്ട. അപ്പോൾ മൂപ്പര് ഇവിടെ പറഞ്ഞു തുടങ്ങിയ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അത് മൂപ്പര് പണ്ട് പറഞ്ഞൊരു ഇതുണ്ട്. ജന്മദിനം അത് അനിസ്ലാമികം എന്ന് പറഞ്ഞു പോയില്ലേ? അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തിരുത്തിയതാണ്. ആ പറഞ്ഞ കാര്യം കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചേർക്കാം. സിംസാറുൽ ഹഖ് ഹുദവിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ, മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാ. നമ്മളെമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്, നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ ജന്മദിനാഘോഷം അത് അനിസ്ലാമികാന്ന് മൂപ്പര് പറഞ്ഞു പോയി. നിർപ്പം പറഞ്ഞെന്താ അറിയോ? അത് നമ്മുടെ കുട്ടികളുടെ റസൂലുള്ളാന്റെ ജന്മദിനമല്ല ഞാൻ പറഞ്ഞത്. റസൂലുള്ളാന്റെ ജന്മദിനം അത് റസൂലുള്ളാക്ക് മാത്രം ഉള്ളതാണെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ചു തരും. റസൂലുള്ളാക്ക്
മാത്രമുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇല്ലേ? 24 മണിക്കൂർ നോമ്പ്, അതുപോലെ തന്നെ തഹജ്ജുദ്, ഫർള് പോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ അത് വേറെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് മാത്രം ജന്മദിനം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പഠിപ്പിച്ചു തരേണ്ടതാണ്. അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കുക, അത് അനുഷ്ഠിക്കുക, ആചരിക്കുക എന്നുള്ളത് അത് ഹറാമാണെങ്കിൽ, നമുക്ക് ഹറാമുള്ളൊരു കാര്യം അങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടി ചെയ്യൽ അതൊരു പുണ്യകർമ്മമാണെങ്കിൽ അത് പഠിപ്പിച്ചു തരാണ്ട് റസൂലുള്ള പോകുമെന്നാണോ? അത് മനസ്സിലാകാണ്ട് സ്വഹാബാക്കൾ പോകുമെന്നാണോ? എന്നിട്ട് എൻ്റെ ഇപ്പം നിങ്ങൾ ഈ തലയെക്കെട്ടനെ കുറ്റം പറയലിട്ടില്ല, ഈ കെട്ടന്മാരെയാണ് പറയണത്, തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾക്ക് തലയെക്കെട്ടന്മാർക്ക് മനസ്സിലായ ഈ കാര്യം സ്വഹാബത്തിനും താപീയങ്ങൾക്കും താപീയങ്ങൾക്കും മനസ്സിലാവേണ്ട പോയത് എന്താണ് ഹുദവിയെ, എന്താ അങ്ങക്കൊക്കെ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും സഹോദരന്മാരെ, ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.